ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ നല്ല സൂപ്പറായിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പിയാണേ. ഇനി ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് അരക്കപ്പിലാക്കിയിട്ടാണ് 2 കപ്പ് ചേർത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്. പിന്നീട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഈ മാവ് കൊണ്ട് ഏകദേശം ഒരു 25-30 ഡോണറ്റ് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുകൂടി പാലും മുട്ടയും കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 250 ml തന്നെ 5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് 60 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ചേർത്തതിന് ശേഷം കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ബട്ടർ നന്നായിട്ട് ഈ മൈദയിലേക്ക് സ്പ്രെഡ് ആകുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിവിടെ ബട്ടർ ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലും നമുക്ക് നല്ല ഡോണറ്റ് കിട്ടുകയുള്ളേ. ഞാനിത് നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ തൂവി കൊടുക്കാം. ഇനി ഏകദേശം ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1-1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് മാവ് നോക്കാം. ഞാനിവിടെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു നോസിൽ വെച്ച് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഞാനൊരു
10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ഓയിലൊന്ന് ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഡോണറ്റ് ഇട്ട് കൊടുക്കാൻ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഡോണറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓയിലിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് കറക്റ്റ് ചൂടിൽ തന്നെ ഡോണറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഞാൻ ഒരുപാട് ബ്രൗൺ കളർ ആക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എനിക്കിത് സെയിൽ ചെയ്യാനുള്ള ഡോണറ്റാണ്. ഞാനിത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് കട്ടായിപ്പോയതാണ്. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.